ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ ഡിപ്ലോമസി, സംഭാഷണം വഴി പ്രശ്നപരിഹാരം തുടരാൻ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് എനിക്ക് വ്യക്തമല്ല. ഞങ്ങൾ ഇപ്പോൾ ഉണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണ്. പക്ഷേ ഇത് ആണവ കേന്ദ്രങ്ങൾക്ക് മാത്രം ഉണ്ടായ നാശമല്ല. ഇത് ബാധിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങൾ, യുണൈറ്റഡ് നേഷൻസ് ചാർട്ടർ, ആണവ വ്യാപനം തടയാനുള്ള കരാർ, നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി, അന്താരാഷ്ട്ര നിയമവും ഇന്റർനാഷണൽ ലോ. അതിനാൽ ഇപ്പോൾ ഡിപ്ലോമസി തുടരാൻ എത്രത്തോളം അവസരം ബാക്കിയുണ്ട് എന്ന് കാണേണ്ടി വരും. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഇറാൻ സമാധാനം പാലിക്കില്ലെങ്കിൽ ഭാവിയിൽ കൂടുതൽ വലിയതും എളുപ്പവുമായ ആക്രമണങ്ങൾ ഉണ്ടാകും. ഇത് ഇറാൻ മാത്രം പ്രതികരിക്കേണ്ട കാര്യമല്ല. ഇത് മുഴുവൻ ലോകം, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി പ്രതികരിക്കേണ്ട കാര്യമാണ്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങൾക്കെതിരെ ഒരു തുറന്ന ഭീഷണിയാണ്. ഇറാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. 20 വർഷത്തിലധികമായി ഞങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയർ പ്രോഗ്രാം സമാധാനപരമായതാണ്, പീസ്ഫുൾ പ്രോഗ്രാം. ഞങ്ങൾ പല വർഷങ്ങളായി ചർച്ച നടത്തി. വലിയ രാജ്യങ്ങളുമായി P5+1 ഒരു ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കി. ലോകം അതൊരു വലിയ വിജയം എന്ന് കണ്ടു. പക്ഷെ പിന്നീട് അമേരിക്ക തന്നെ ആ കരാറിൽ നിന്ന് പിൻവാങ്ങി. വീണ്ടും സാമ്പത്തിക ഉപരോധങ്ങൾ, സാങ്ഷൻസ് ഏർപ്പെടുത്തി. ഇപ്പോഴും ഞങ്ങൾ ചർച്ചയിലായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി ആദ്യം ഇസ്രായേൽ ആക്രമിച്ചു, പിന്നെ അമേരിക്ക ആക്രമിച്ചു. ഇപ്പോൾ അവർ വീണ്ടും ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതിനാൽ ഇത് ഇറാൻ മാത്രം കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല. ലോകരാജ്യങ്ങൾ ഒന്നിച്ച് ഇതിനെതിരെ നിലകൊള്ളണം. ഇല്ലെങ്കിൽ അന്താരാഷ്ട്ര നിയമവും ലോക സുരക്ഷയും അപകടത്തിലാകും. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ, UN സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയത്തിൽ ഇടപെടണം.